ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളേവരെയും വന്ദനം ചെയ്യുവാനായി ആഗ്രഹിക്കുകയാണ്. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ മുറുകെ പിടിച്ച ആത്മീയ നിലവാരത്തെയും കുറിച്ചാണ് നാം ഇത്രനാൾ പഠിച്ചുകൊണ്ടിരുന്നത്. അബ്രഹാമിൻ്റെയും ഹാനോക്കിൻ്റെയും നോഹയുടെയും രൂത്തിൻ്റെയും ഹോശയുടെയും യോശുവയുടെയും എല്ലാം ജീവിതം നാം കണ്ടു കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കുവാൻ ഉള്ളത് എന്നെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നാം പഠിക്കുവാൻ പോകുന്നത് അബ്രഹാമിൻ്റെയോ നോഹയുടെയോ ഹാനോക്കിൻ്റെയോ ജീവിതത്തെക്കുറിച്ചല്ല, മറിച്ച് ഇന്ന് ഈ വചനം കേൾക്കുവാൻ പോകുന്ന നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിശ്വാസവീരനായ അബ്രഹാമിനെ കുറിച്ചല്ല, നോഹയെക്കുറിച്ചോ ഹാനോക്കിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളിലെ വിശ്വാസ വീരൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവേ, അടിയങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് അബ്രഹാമിനെ പോലെയും നോഹയെപ്പോലെയും ഹാനോക്കിനെ പോലെയും ഒരു വിശ്വാസവീരനായി ഇന്ന് നീ അടിയങ്ങളെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും അടിയങ്ങളോടൊപ്പം എപ്പോഴും ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്രകാരം ദൈവത്തിനു വേണ്ടി ഒരു വിശ്വാസ വീരൻ ആകാമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നീ അടിയങ്ങളെ പഠിപ്പിക്കുമാറാകണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിശ്വാസ വീരനെക്കുറിച്ചാണ്. ഒരു വിശ്വാസ വീരൻ്റെ അല്ലെങ്കിൽ വീരയുടെ പേര് പറയുവാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്ന പേരുകൾ അബ്രഹാമിൻ്റെയും നോഹയുടെയും ഹാനോക്കിൻ്റെയും രൂത്തിൻ്റെയും ഒക്കെ ആയിരിക്കും. അതിൽ അതിശയോക്തിയില്ല. കാരണം അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ഹാനോക്ക് അനുസരണത്തിൻ്റെ പര്യായ പദമായിട്ട് നാം വാഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വ്യക്തിയെ പറ്റിയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. പ്രാർത്ഥനാപൂർവം നമ്മുടെ വേദപുസ്തകത്തെ നമുക്ക് ഇരമ്യ പ്രവചനം അതിൻ്റെ 38 അധ്യായത്തിലേക്ക് തിരിക്കാം. ഇരമ്യ പ്രവചനം 38 അധ്യായം അതിൻ്റെ 1 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ഇരമ്യ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ട് ഇരമ്യ പ്രവാചകൻ ഇപ്പോൾ ദൈവത്തിൻ്റെ ജനത്തോട് പ്രവചിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നഗരത്തിൽ താമസിക്കുന്നവർ, ഈ നഗരത്തിൽ ജീവിക്കുന്നവർ, ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും മഹാമാരി കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുക. കൽദയ ദേശത്തിലേക്ക് തൻ്റെ ജീവനെയും കൊണ്ട് ഓടുക. അപ്രകാരം നിങ്ങൾ കൽദയ ദേശത്ത് എത്തിയെങ്കിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കും. നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ വാക്യങ്ങളുടെ പ്രവചനത്തിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇത് ഇരമ്യ പ്രവാചകൻ ദൈവത്തിൻ്റെ ജനത്തോട് പറഞ്ഞ വാക്കുകളാണ്. എന്നാൽ ഇരമ്യ പ്രവാചകൻ ജനത്തോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ വാക്യങ്ങളെ, ആ പ്രവചനത്തെ മറ്റു ചിലർ വളച്ച് ഒടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം ഇരമ്യ പ്രവാചകൻ്റെ ഈ പ്രവചനത്തെ കള്ളപ്രവചനം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വാക്യങ്ങളെ വളച്ച് ഒടിച്ച് ഇപ്പോൾ അവർ ഇരമ്യാവിനെ കൊല്ലുവാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ശേഷം വായിക്കാം. ഇരമ്യ പ്രവചനം 38 അധ്യായം 3 വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇരമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മഥാന്റെ മകനായ ശെഫത്യാവും പശൂറിൻ്റെ മകനായ ഗദല്യാവും ലെശമ്യാവിൻ്റെ മകനായ യൂഖലും മൽക്യാവിൻ്റെ മകനായ പശൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഇരമ്യ പ്രവാചകൻ ഈ അരുളി ചെയ്ത ഈ വചനങ്ങൾ ഈ പ്രഭുക്കന്മാർ കേട്ടിട്ട് ഈ പ്രഭുക്കന്മാർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് അവർ ഇപ്രകാരം പറയുകയാണ്, ഈ മനുഷ്യൻ
അല്ലെങ്കിൽ ഇരമ്യാവ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ, അവൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നു. അതുകൊണ്ട് അവനെ കൊന്നു കളയണമേ. ഇരമ്യാവ് പ്രവചനം നടത്തിയപ്പോൾ ഈ പ്രഭുക്കന്മാർ ഈ പ്രവചനം കേട്ടിട്ട് രാജാവിനോട് പറയുകയാണ്, ഇരമ്യ പ്രവാചകൻ കള്ള സത്യങ്ങൾ ദേശത്ത് പരത്തുന്നു. ഇരമ്യ പ്രവാചകൻ ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ജനങ്ങളോട് കൽദയ ദേശത്തിലേക്ക് ഓടിപ്പോവുക, അഭയം തേടുവാൻ ഓടിപ്പോയിക്കൊള്ളുക എന്ന് എല്ലാം പറഞ്ഞ് അവരുടെ ധൈര്യത്തെ കെടുത്തുന്നു. അതുകൊണ്ട് ഈ ഇരമ്യ പ്രവാചകനെ കൊന്നുകളയണമേ എന്ന് ഈ വ്യക്തികൾ രാജാവിനോട് പറയുന്നു. ഈ മനുഷ്യൻ ഈ ജനത്തിൻ്റെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകന് എതിരെ ഒരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വാക്കുകൾ, ആരോപണങ്ങൾ ഈ പ്രഭുക്കന്മാർ ഉന്നയിക്കുകയാണ്. അവർ പറയുകയാണ്, ഈ പ്രവാചകൻ മനുഷ്യരുടെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു പ്രവാചകൻ എന്നാൽ അവൻ ദൈവത്തിൻ്റെ ആദരങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ദൈവം മനുഷ്യരോട് എന്തെങ്കിലും കാര്യങ്ങൾ, ആശയങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി തിരഞ്ഞെടുക്കുന്ന മാധ്യമങ്ങളായിട്ടാണ് പ്രവാചകന്മാരെ വേദ പുസ്തകം വിശേഷിപ്പിക്കുന്നത്. പ്രവാചകന്മാർ അന്നും ഇന്നും ദൈവത്തിനു വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജനങ്ങളോട് എത്തിക്കുക എന്നതാണ് ഒരു പ്രവാചകൻ്റെ ഏറ്റവും വലിയ ദൗത്യം. നമുക്ക് ധാരാളം പ്രവാചകന്മാരെ അറിയാം. യെശയ്യാ പ്രവാചകനെ, യിരെമ്യാ പ്രവാചകനെ, ഹോശിയ പ്രവാചകനെ, ദാനിയേൽ, അങ്ങനെയുള്ള ധാരാളം പ്രവാചകന്മാരെ അറിയാം. ഇവരെല്ലാം ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോഴും ദൈവത്തിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: വഴിതെറ്റിപ്പോകുന്ന ജനത്തെ ദൈവത്തിങ്കലേക്ക് നടത്തുക. അപ്പോൾ വഴിതെറ്റി അലഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനസമൂഹത്തെ തിരിച്ച് ദൈവത്തിങ്കലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് ഓരോ പ്രവാചകനും തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത്. അത്തരത്തിൽ തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ഈ പ്രവാചകനെതിരെ ചില പ്രഭുക്കന്മാർ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൻ ഒരു കള്ളപ്രവാചകനാണ്, അല്ലെങ്കിൽ ഇവൻ ജനങ്ങളുടെ നന്മയല്ല മറിച്ച് തിന്മയത്രേ അന്വേഷിക്കുന്നത്. അപ്രകാരം കള്ളസത്യങ്ങൾ കൊണ്ട് ഒരു വീടുണ്ടാക്കി അവർ രാജാവിനെ ബോധിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ സിദെക്കിയാ രാജാവ് ഇപ്രകാരം ആ പ്രഭുക്കന്മാരോട് പറയുകയാണ്. സിദെക്കിയാ രാജാവിനെ നട്ടലില്ലാത്ത ഒരു രാജാവായിട്ടാണ് ചില വേദ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത ഒരു രാജാവ് എന്ന രീതിയിൽ സിദെക്കിയാവിനെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഉള്ള ഒരു രാജാവ് ഇപ്പോൾ ഈ പ്രഭുക്കന്മാരോട് പറയുകയാണ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവിനെ ഇപ്പോൾ പൈശാചികൻ്റെ ചില പടയാളികൾക്ക് മുന്നിൽ സിദെക്കിയാ രാജാവ് ഇട്ടുകൊടുക്കുകയാണ്. രാജാവ് പറയുന്നു, ഇതാ പ്രവാചകൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ പ്രഭുക്കന്മാരുടെ കയ്യിലേക്ക് ഈ യിരെമ്യാ പ്രവാചകനെ സിദെക്കിയാ രാജാവ് എറിഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവർ യിരെമ്യാവിനെ പിടിച്ച് കാവൽപ്പുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. അവർ യിരെമ്യാവിനെ പിടിച്ച് കാവൽപ്പുരമുറ്റത്ത് ഒരു കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളം ഇല്ലായിരുന്നു. രാജാവിൻ്റെ കൽപ്പന കിട്ടിയപ്പോൾ ഈ പ്രഭുക്കന്മാരെല്ലാവരും ചേർന്ന് യിരെമ്യാ പ്രവാചകനെ പിടിച്ച് ഒരു കുഴിയിൽ ഇറക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ കുഴിയിൽ ചെളിയല്ലാതെ മറ്റ് ഒന്നുമില്ലായിരുന്നു. ദാഹജലം പോലും ആ കുഴിയിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ യിരെമ്യാ പ്രവാചകൻ മരണം കാത്ത് ആ ചെളിയിൽ താണുകൊണ്ട് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിനു വേണ്ടി സംസാരിച്ച, ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ പ്രവാചകൻ, ഒരു മഹാപ്രവാചകൻ ഇപ്പോൾ ആസന്നമായ തൻ്റെ മരണം കാത്തുകൊണ്ട് ഒരു കുഴിയിൽ, ഒരു കിണറിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവം എപ്പോഴും ഒരു രക്ഷകനായിരിക്കും. ദാനിയേൽ പ്രവാചകൻ ദൈവത്തെ ആശ്രയിച്ചതുകൊണ്ടാണ്
വിശന്ന് വലഞ്ഞിരുന്ന ആ സിംഹങ്ങൾക്ക് മുന്നിലും ആ സിംഹക്കുഴിയിൽ പോലും ദാനിയേൽ സുരക്ഷിതനായി ഇരുന്നത്. അത്തരത്തിൽ യിരെമ്യാ പ്രവാചകനും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ വിശ്വാസവീരനായ, അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിത്വം കടന്ന് വരികയാണ്. നമുക്ക് വായിക്കാം 38-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശ്യനായ ഏബദ് മെലേക്ക് എന്ന ഷണ്ഡൻ കേട്ടു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യിരെമ്യാ പ്രവാചകനെ അവർ കുഴിയിൽ ഇറക്കി കളഞ്ഞു, യിരെമ്യാ പ്രവാചകനെ കൊല്ലേണ്ടതിന് അവർ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗൃഹത്തിൽ ഉണ്ടായിരുന്ന കൂശ്യനായ എബേദ് മെലേക്ക് എന്ന ഷണ്ഡൻ കേട്ടു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ കഥയിലെ നായകൻ ഇപ്പോൾ രംഗപ്രവേശം ചെയ്യുകയാണ്. കൂശ്യനായ ഏബദ് മെലേക്ക് എന്ന ഷണ്ഡൻ. എബേദ് മെലേക്ക് ഇപ്രകാരം യിരെമ്യാ പ്രവാചകന് ഒരു ദുരവസ്ഥയുണ്ടായി എന്ന വാക്ക് കേട്ടപ്പോൾ അവനതൊട്ടും സഹിക്കുവാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അന്ന് രാജാവ് ബെന്യാമിൻ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. എബേദ് മെലേക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. എബേദ് മെലേക്ക് ഈ വാർത്ത കേട്ടപ്പോൾ അവന് അടങ്ങിയിരിക്കുവാൻ സാധിച്ചില്ല. കാരണം അവനറിയാം, യിരെമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. യിരെമ്യാവ് ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അധരങ്ങളുടെ ഉടമയാണ് എന്ന് ഈ കൂശ്യനായ എബേദ് മെലേക്കിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവന് അടങ്ങിയിരിക്കുവാൻ സാധിച്ചില്ല. അവൻ രാജഗൃഹത്തിൽ ചെന്ന് രാജാവിനോട് സംസാരിച്ചു. രാജാവിൻ്റെ ഭൃത്യൻ ഇപ്പോൾ രാജാവിനോട് സംസാരിക്കുവാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം, എങ്ങനെയാണ് എബേദ് മെലേക്ക് ഒരു വിശ്വാസ വീരനായത്. അവൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണ് ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തെ കാണിച്ചത്. ഇന്ന് ദൈവത്തിനു വേണ്ടി എബേദ് മെലേക്കിനെ പോലെ നിങ്ങൾക്കും എനിക്കും ഒരു വിശ്വാസ വീരൻ ആകണമെങ്കിൽ ഒന്ന്, നിങ്ങൾ എളിമയുള്ള ഒരു ഹൃദയത്തിന് ഉടമ ആയിരിക്കണം. 38-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് കേട്ടാറേ കൂശ്യനായ എബേദ് മെലേക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിക്കുന്നു. അവന് എളിമയുള്ള ഒരു ഹൃദയം ഉള്ളതുകൊണ്ടാണ് യിരെമ്യാവിന് ഒരു ആപത്ത് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ പരമാധികാരിയായ രാജാവിൻ്റെ അടുക്കലേക്ക് രാജാവിൻ്റെ കേവലം ദാസനായ എബേദ് മെലേക്ക് പോയത്. ശേഷം ഇപ്രകാരം രാജാവിനോട് പറയുകയാണ്, യജമാനനായ രാജാവേ, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തത് ഒക്കെയും അന്യായമത്രേ. രാജാവിൻ്റെ മുഖത്ത് നോക്കി പ്രഭുക്കന്മാരെ പറ്റി എബേദ് മെലേക്ക് പറയുകയാണ്, യജമാനായ രാജാവേ, ഈ പ്രഭുക്കന്മാർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തത് ഒക്കെയും അന്യായമാണ്, അന്യായമത്രേ. ശേഷം പറയുന്നു, അവർ അവനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു, നഗരത്തിൽ അപ്പം ഇല്ലാകിയാൽ അവൻ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാകുകയേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കൂശ്യനായ എബേദ് മെലേക്ക് രാജാവിനോട് പറയുകയാണ്, ആ പ്രഭുക്കന്മാർ ആ ചെയ്തതൊക്കെയും അന്യായമാണ്. യിരെമ്യാ പ്രവാചകൻ ആ കുഴിയിൽ കിടന്ന് മരിക്കുവാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ പ്രഭുക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ യിരെമ്യാ പ്രവാചകൻ മരിക്കാൻ പോകുന്നതെന്ന് തെളിച്ച് രാജാവിനോട് ഈ ഭൃത്യൻ പറഞ്ഞു. ഇന്ന് നമുക്കും ഒരു വിശ്വാസ വീരൻ ആകണമെങ്കിൽ നമുക്കൊരു എളിമയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. അവന് ഒരു എളിമയുള്ള ഹൃദയം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എബേദ് മെലേക്ക് എളിമയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ ആയതുകൊണ്ടാണ് രാജാവ് അവൻ പറഞ്ഞത് വിശ്വസിച്ചത്. അല്ലെങ്കിൽ രാജാവിന് ചിന്തിക്കാമായിരുന്നു, ഇവൻ എൻ്റെ ഏറ്റവും ചെറിയൊരു ദാസനാണ്, ഞാൻ എന്തുകൊണ്ട് ഇവൻ്റെ വചനങ്ങൾ കേൾക്കണം, ഇവൻ സത്യമാണോ സംസാരിക്കുന്നത് എന്നെല്ലാം ആ രാജാവിന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ രാജാവ് അങ്ങനെ ചിന്തിക്കാതെ അവനോട് പറഞ്ഞത്, രാജാവ് കൂശ്യനായ എബേദ് മെലേക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പ് അവനെ കുഴിയിൽ നിന്ന് കയറ്റുക. ഈ ദാസൻ എളിമയുള്ള ഒരു ഹൃദയത്തിന് ഉടമയായതുകൊണ്ട് രാജാവ് അവൻ പറഞ്ഞത് വിശ്വസിച്ചു. ഇപ്പോൾ യിരെമ്യാ പ്രവാചകനെ രക്ഷിക്കുവാനായി 30 പേരെ ഈ എബേദ് മെലേക്കിനോട് കൂടെ വിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ഒരു വിശ്വാസ വീരൻ ആകണമെങ്കിൽ നമുക്കും ഇത്തരത്തിൽ എളിമയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 26-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മളിൽ വലിയവൻ ഇളയവനെ പോലെ ആകണം, നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകണം. അതാണ് ദൈവമുമ്പാകെ താഴ്മയോടെ നടക്കുന്ന ഒരു വിശ്വാസിയുടെ ലക്ഷണം. അത്തരത്തിൽ ഒരു എളിമയുള്ള ഹൃദയം, താഴ്മയുള്ള ഹൃദയം നമുക്കുണ്ടായെങ്കിൽ നമുക്ക് തീർച്ചയായും എബേദ്-മെലെക്കിനെ പോലെ ഒരു വിശ്വാസിയായി തീരുവാൻ സാധിക്കും. രണ്ടാമത്തെ എന്ത് കാര്യമാണ് എബേദ്-മെലെക്കിനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിലേക്ക് എത്തിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ എളിമയുള്ള ഹൃദയത്തിന് ഉടമയായിരുന്നു. അവൻ ഒരു ധീരൻ ആയിരുന്നു. ദൈവത്തിനു വേണ്ടി ധീരപ്രവർത്തികൾ ചെയ്യാൻ എബേദ്-മെലെക്ക് സന്നദ്ധൻ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് എബേദ്-മെലെക്ക് എന്ന രാജഭൃത്യൻ രാജാവിനോട് ഈ പ്രഭുക്കന്മാരുടെ ഗൂഢാലോചനയെപ്പറ്റി തുറന്ന് പറയുവാൻ ധൈര്യം കാണിച്ചത്. അവൻ ഒരു വലിയ അപകടത്തിലേക്ക് ചാടുകയാണ്. ഞാൻ രാജാവിനോട് ഈ പ്രഭുക്കന്മാരെ പറ്റി ഇപ്രകാരം പറഞ്ഞുവെന്ന് ആ പ്രഭുക്കന്മാർ അറിയുകയാണെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാകും എന്ന ഒരു അറിവോടുകൂടിയാണ് എബേദ്-മെലെക്ക് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തത്. എന്നാൽ അവൻ്റെ ജീവനൊന്നും അവിടെ അവൻ ഗണ്യമാക്കിയില്ല. അവന് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവിനെ രക്ഷിക്കണം. ദൈവത്തിനു വേണ്ടി അവൻ ധീരതയോടെ നിലകൊണ്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു വിശ്വാസ വീരൻ ആകണമെങ്കിൽ നിങ്ങൾ ധീരന്മാരായിരിക്കണം. ദൈവത്തിനു വേണ്ടി എപ്പോഴും സാക്ഷ്യം പറയുവാനും ദൈവത്തെ എപ്പോഴും പ്രകീർത്തിക്കുവാനും ഉള്ള ധീരത നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അനുയായി അല്ലെങ്കിൽ പിൻഗാമി എന്നതുകൊണ്ട് മാത്രം നാം ധാരാളം പീഡനങ്ങളെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പുരാതന കാലത്തും ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത്തരം പീഡനങ്ങൾക്ക് മുന്നിലും അടിപതറാതെ ഞാൻ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുവാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്രകാരം ധൈര്യം നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായും എബേദ്-മെലെക്കിനെ പോലെ ഒരു വിശ്വാസ വീരനാകുവാൻ സാധിക്കും. എബേദ്-മെലെക്ക് അറിഞ്ഞുകൊണ്ട് അവൻ്റെ ജീവനെ ഗണ്യമാക്കാതെ അവൻ്റെ ജീവനെ പണയം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ യിരെമ്യാ പ്രവാചകനെ രക്ഷിക്കുവാനായി പോകുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 12-ാം അധ്യായം: കൂശിനായ എബേദ്-മെലെക്ക് യിരെമ്യാ പ്രവാചകനോട്, ഈ പഴം തുണിയും കീറ്റത്തുണിക്കണ്ടങ്ങളും നിന്റെ കഷ്ടങ്ങളിൽ വെച്ച് അതിന് പുറമെ കയറിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ യിരെമ്യാവ് ചെയ്തു. ഇവിടെ എബേദ്-മെലെക്കും അവൻ്റെ കൂട്ടാളികളും പഴയ തുണിക്കഷ്ണങ്ങളും പഴയ കയർ കഷ്ണങ്ങളെല്ലാം എടുത്ത് ഈ യിരെമ്യാ പ്രവാചകനെ രക്ഷിക്കുവാൻ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ ഒരു വിശ്വാസവീരൻ ആകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 1 താഴ്മയുള്ള ഹൃദയത്തിന് ഉടമയായിരിക്കണം. 2 നിങ്ങൾ ധീരന്മാരായിരിക്കണം. 3 നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ കാത്ത് സൂക്ഷിക്കുന്നവർ ആയിരിക്കണം. എബേദ്-മെലെക്ക് ദൈവ സ്നേഹം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അന്യനായ യിരെമ്യാ പ്രവാചകന് ഒരു ആപത്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം വേദനിച്ചത്. അതുകൊണ്ടാണ് അന്യനായ യിരെമ്യാ പ്രവാചകന് ഒരു ആപത്ത് വന്നു എന്ന് അറിഞ്ഞപ്പോൾ അവനെ സഹായിക്കുവാനായി അവൻ്റെ ഉള്ളം തീരുമാനിച്ചത്. ദൈവ സ്നേഹം അവനെ നിർബന്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പടയാളികളോട് കൂടെ പഴയ തുണിക്കഷ്ണങ്ങൾ ശേഖരിച്ചും മറ്റും അവൻ യിരെമ്യാവിനെ രക്ഷിക്കുവാനായി പോയത്. യിരെമ്യാവിൻ്റെ ദുരവസ്ഥയിൽ അവൻ ദുഃഖിച്ചിരുന്നു. ആ ദുഃഖത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവസ്നേഹം കാത്തു സൂക്ഷിച്ച എബേദ്-മെലെക്ക് യിരെമ്യാവിനെ രക്ഷിക്കുവാൻ വേണ്ടി പോയത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവർ യിരെമ്യാവിനെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ച് കയറ്റി. 13-ാം വാക്യത്തിൽ യിരെമ്യാവിനെ അവർ രക്ഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രവാചകനെ ഒരു ദാസനായ കൂശനായ ഷണ്ണനായ എബേദ്-മെലെക്ക്
രക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അവനിപ്പോൾ ഒരു വിശ്വാസവീരനായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിൽ അവൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഞാൻ നന്മ പ്രവർത്തിക്കുവോളം എൻ്റെ ദൈവം എന്നെ കാത്തു പരിപാലിക്കും എന്ന ഒരു വിശ്വാസം എബേദ് മെലേക്കിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ യിരെമ്യാ പ്രവാചകന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത്. നമുക്കും ദൈവത്തിനു വേണ്ടി ഒരു വിശ്വാസവീരനാകണമെങ്കിൽ താഴ്മയുള്ള ഒരു ഹൃദയത്തിന് ഉടമയാകാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കാം. ദൈവത്തിനു വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കാം. ഈ 3 കാര്യങ്ങളും ഉണ്ടായെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസ വീരനാകുവാൻ സാധിക്കും. നമുക്ക് വായിക്കാം യിരെമ്യാ പ്രവചനം 39 അധ്യായം 17-18 വാക്യങ്ങൾ. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അന്ന് ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ച് കൊടുക്കയില്ല എന്ന് ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും, നീ വാളാൽ വീഴുകയില്ല, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും, നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എബേദ് മെലേക്ക് എന്ന കൂശനായ ഷണ്ണൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് യഹോവയായ ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്, നീ വാളാൽ വീഴുകയില്ല, നീ ഭയപ്പെടുന്നവരുടെ കൈകൊണ്ട് നിനക്ക് മരണം സംഭവിക്കുകയില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കും, കാരണം നീ എന്നെ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്കും ദൈവത്തെ പരിപൂർണമായി ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദുർഘടമായ പല അവസ്ഥകളും വരുവാറുണ്ട്. നമ്മുടെ വിശ്വാസത്തെ പോലും തകർക്കുവാൻ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്കും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിലും നമ്മുടെ ജീവൻ പോയാൽ പോലും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. യോബ് ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ത്വക്ക് എല്ലാം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ എല്ലാ ആശ്രയവും, നമ്മുടെ എല്ലാ പ്രത്യാശയും നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു ക്രിസ്തുവിൻ്റെ പാതാര ബിന്ദങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവം പറയുന്നു, നിന്നെ ഞാൻ സംരക്ഷിക്കും, നീ എന്നെ ആശ്രയിക്കുന്നുവല്ലോ. കൂശനായ എബേദ് മെലേക്ക് എപ്രകാരം ദൈവത്തിൻ്റെ ഒരു വിശ്വാസവീരനായി തീർന്നു, അതുപോലെ താഴ്മയുള്ള ഹൃദയമുള്ളവരായി ദൈവസ്നേഹം കാത്തു സൂക്ഷിച്ച് ദൈവത്തിനു വേണ്ടി ധീരയോദ്ധാവായി മാറി നമുക്കും ഒരു വിശ്വാസ വീരനായി തീരാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, അടിയങ്ങൾക്ക് മുന്നിൽ എബേദ് മെലേക്ക് എന്ന വിശ്വാസ വീരനെ അവൻ്റെ ജീവിതത്തെ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എബേദ് മെലേക്കിനെ പോലെ അങ്ങയിൽ പരിപൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ഒരു വിശ്വാസ വീരനായി തീരുവാൻ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ വിശ്വാസത്തെ നാൾക്കുനാൾ നീ ബലപ്പെടുത്തുമാറാകണമേ. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അടിയങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം എൻ്റെ ദൈവം കണ്ട് അറിയുമാറാകണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.